അധികം ആൾക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്നെക്കൊണ്ട് പറ്റും. ഞാൻ ഈ രീതിയിലാണ് ചിന്തിക്കല്. എന്നെക്കൊണ്ട് അത് പറ്റൂല. ഐ കാന്റ് ഹെൽപ്. ഞാൻ ഈ രീതിയിലാണ് ചിന്തിക്കല്. വലിയ സാധനം. ചില ആൾക്കാരുണ്ട്. ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കല്. ആൻഡ് ചോക്കിങ്. ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കല്. അതിനെന്താ? അതിനെന്താ? നല്ല സംഭവം. ഇറ്റ്സ് അബൌട്ട് ഡിസൈഡിങ്. കാരണം നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യം അത് തിങ്ക് ചെയ്യും. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യലും ഡിസൈഡ് ചെയ്യലാണ്. ഇതിപ്പോ തിങ്ക് ചെയ്യണോ, ഇത് വേണോ, ഇതെങ്ങനെ നിൽക്കണോ എന്നുള്ള കാര്യം. കാരണം ഈ തിങ്ക് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. തിങ്ക് ചെയ്യുന്ന കാര്യം ഹേർട്ട് ചെയ്യുന്ന കാര്യം തിങ്ക് ചെയ്തെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യേണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട്. തൊട്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. മുറുകണെങ്കിൽ അയ്യോ തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട, തിങ്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് മുറിഞ്ഞത് തൊട്ടുകൊണ്ട് എന്താ സംഭവിക്കുക? അത് പെഴുത്ത് വേദനിച്ച് എന്തെല്ലോ ആവും. എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ മുറിഞ്ഞത് തൊട്ടളിക്കരുത്. മുറിഞ്ഞത് ഓക്കെ മുറിഞ്ഞിട്ടുണ്ട്, അടിപൊളി, അങ്ങനെയാണ് എന്ന് അറിയുമ്പോൾ അത് അതിന്റെ ടൈം ആകുമ്പോൾ ഉണങ്ങും. അവിടെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് ടൈം ആകുമ്പോൾ ഉണങ്ങും. ആ ഹേർട്ട് കുറച്ച് കഴിഞ്ഞ് മറ്റേത് ഹേർട്ടും ചെയ്യുന്നുണ്ട്. കുറെ തൊട്ട് കളിച്ചാൽ അത് പെഴുത്ത് എന്തെല്ലോ ആയി കുറെ നാളത്തേക്ക് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. അത് വേറെ എന്തെല്ലോ ആവുകയും ചെയ്യും. സോ ഇറ്റ്സ് അബൌട്ട് ആക്സെപ്റ്റിംഗ് വാട്ട് യു ആർ തിങ്കിങ് ആൻഡ് ഡിസൈഡിങ് ദാറ്റ് ഐ ഫീൽ ദിസ് വേ ആൻഡ് ഇറ്റ്സ് ഓക്കെ. അതിന്റെ ടൈം കൊടുക്കല. ടൈം എന്ന് പറയുമ്പോൾ വർഷങ്ങളൊന്നും കാത്തിക്കൊന്നും വേണ്ട കേട്ടോ. ടൈം ചെറിയ ടൈം കൊണ്ട് ഈ ചെറിയ ടൈമിനുള്ളിൽ നിങ്ങൾ എക്സാമ്പിൾ കേട്ടോ, ഈ ചെറിയ ടൈമിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയോ, ചെറിയ 4 ഫ്രണ്ട്സിനെ കാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്ക് തന്നെ അതിലും ആ തോട്ട്സും കാര്യങ്ങളെല്ലാം റെഡി ആയിക്കോളും. ആ നെഗറ്റീവ് എന്ത് തോട്ടാണെങ്കിൽ കൂടി ഡിഫറെന്റ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്ക്. സോ അല്ലാതെ ആ തോട്ട് ആലോചിച്ച് ഇങ്ങനെ തൊട്ട് ഓടുകയാണെങ്കിൽ വെക്കും അത് വേറെന്തെല്ലായിട്ട് മാറും. സോ ലൈക്ക് മുറിട്ടുണ്ട്, ഓക്കെ മനസ്സിലായി, ഹേർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായി. കുറെ തൊട്ടുണ്ടെന്ന സീൻ ആവുമല്ലോ, അറിയാലോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അത് ഹേർട്ടാന്നല്ലേ, ഓക്കെ ഇറ്റ്സ് ഓക്കെ. അവിടെ ഒരു സ്കാറും കാര്യങ്ങളും വരും. പക്ഷെ അത് ഉണങ്ങിക്കോളും. ഇറ്റ്സ് അബൌട്ട് ഡിസൈഡിങ് ആൻഡ് ലൈക്ക് ആ തോട്ട് അവിടെ ഉണ്ട്, ഓക്കെ ഓക്കെ. പെയിൻഫുൾ ആയിട്ടുള്ള തോട്ട്, പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി, പെയിൻഫുൾ സാധനം അവിടെ ഉണ്ട്, ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഇല്ല സാധനം വിചാരിക്കലാണ്. അതല്ലേ ബെറ്റർ? നിങ്ങൾ തന്നെ ചോദിക്കണം, അതല്ലേ ബെറ്റർ? മറ്റേത് ഇങ്ങനത്തെ അതിനെ കുറിച്ച് ആലോചിച്ച് നിന്നാൽ അത് തൊട്ട് തൊട്ട് പെഴുത്ത് എന്തെല്ലോ ആവും. അയാളുടെ മറ്റേത് ആക്സെപ്റ്റ് ചെയ്ത് ഫസ്റ്റ് പെയിൻ കുറച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഡൈജസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം പഠിക്കുക അങ്ങനെയാണ് പഠിച്ച് ഗ്രോ ആവല്. തിങ്ക് ഓഫ് ലൈഫ് ഈസ് ഗ്രോയിങ്. അപ്പൊ അങ്ങനെയാണ് ഗ്രോ ആവുക. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗ്രോത്ത്. അപ്പൊ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് അത് അങ്ങനെ വെക്കല. തുടരുത്, തൊട്ടാ അത് വേഴ്സാവും.